നമസ്തേ, എല്ലാവർക്കും വൈഖരി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ശ്രുതി. നമ്മൾ കുറേ നാളായി വീഡിയോസ് ഒക്കെ എടുത്തിട്ട്, കാരണം എൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് മാറി നിൽക്കുകയായിരുന്നു. ഇന്ന് മുതൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാണ് നമ്മളുടെ ടോപ്പിക്സ്. ഫസ്റ്റ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ആനുകാലിക പ്രസക്തിയുള്ള, വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ഹിന്ദുക്കളുടെ ഇടയിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പൊതുവെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് പറയാം. വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ പോകരുത്, വരരുത്, സാധനങ്ങളൊന്നും കൈമാറ്റം ചെയ്യരുത്, പൈസ കൈമാറരുത് തുടങ്ങിയ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ വൈകിട്ട് ഒരു വീട്ടിൽ പോയി സാധനം വാങ്ങണമെങ്കിൽ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ സന്ധ്യാസമയത്താണെങ്കിലും. എന്താണ് ഇത് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? എന്താണ് ഇതിലുള്ള ലോജിക്ക്, ഫിലോസഫി എന്നതിനെ കുറിച്ചൊന്ന് നമുക്ക് ചിന്തിക്കാം. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഈ ഒരു ഉദാഹരണം വെച്ചിട്ട് നമ്മൾ ഒരു കൃത്യമായ ഒരു കാര്യത്തെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഈ ഉദാഹരണത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഈ പറയുന്ന കാലം, ശരി, ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ പറയുന്ന പോലെ വെള്ളി ചൊവ്വ ദിവസങ്ങൾ. ശരിക്കും ഇതിന് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം എനിക്ക് എൻ്റെ ഗുരുനാഥനിൽ നിന്ന് കിട്ടിയത്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഏത് കാലത്താണ് പറഞ്ഞു വെച്ചതെന്ന് നമ്മൾ ഒന്ന് ആലോചിക്കണം. വർഷങ്ങൾ മുമ്പ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ടെക്നോളജിയുടെ യാതൊരു സോഴ്സും ഇല്ലാത്തൊരു സമയം, അതായത് ഇലക്ട്രിസിറ്റി ഇല്ല, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി നമ്മൾ ഉപയോഗിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഇതുപോലെ വണ്ടികളൊന്നും ഇല്ലാത്തൊരു കാലം, നടന്ന് മാത്രം പോവുക, അല്ലെങ്കിൽ കാളവണ്ടി പോലുള്ള വണ്ടിയിൽ മാത്രമായിരുന്നു ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക വണ്ടികൾ എന്നുള്ള നിലയ്ക്ക്. ആ കാലത്താണ് ഇത് പറഞ്ഞു വെച്ചെന്ന്. ആ കാലം ഏതാന്ന് മനസ്സിലാക്കണം. ഇനി ഈ കാലത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ആചാരമാണ് വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ പോകരുത്, വരരുത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അതൊരു ആചാരമാണ്. ഈ ആചാരത്തിനുള്ളിൽ ഏതോ ഒരു ഫിലോസഫീനെ നമ്മളുടെ ഭാരതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഭാരതത്തിന്റെ പ്രത്യേകത. ആചാരങ്ങൾ ഏതെടുത്ത് നോക്കിയാലും അതിൻ്റെ ഉള്ളിൽ ഒരു ഫിലോസഫി ഉണ്ട്. ആ ഫിലോസഫിയെ കണ്ടെത്തി, ഫിലോസഫിയെ നിലനിർത്തിക്കൊണ്ട് കാലത്തിനനുസരിച്ച് എന്തിൽ മാറ്റം വരുത്തണം? ആചരണത്തിൽ മാറ്റം വരുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പൊ ചെയ്ത് കണ്ടുവരുന്ന കാര്യങ്ങൾ എന്താണ്? ഫിലോസഫി ഏതോ വഴിക്ക് പോയി, ആചാരം അതേപടി നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് കുട്ടികൾ ചോദിക്കുന്നത്, ഈ കാലത്ത് ഇതൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഈ കാലത്ത് ഇതിൽ എന്താണ് പ്രസക്തി എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് മുതിർന്നവർക്ക് ദേഷ്യം വരുന്നത്. കാരണം അവർക്ക് കൃത്യമായൊരു ക്ലിയർ ഉത്തരം അവർക്ക് കൊടുക്കാനായിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്. അതുകൊണ്ടാണല്ലോ കൂടുതൽ ഹിന്ദു കുട്ടികൾ ഉൾപ്പെടെ എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ പോകാൻ പോകാത്തത്? വളരെ കുറവാണ്. കുഞ്ഞു കുട്ടികളൊക്കെ പോയേക്കാം. പക്ഷെ ഒരു 10ാം ക്ലാസ് ആ ഒരു ടൈമൊക്കെ ആവുമ്പോൾ അവർക്ക് ലോജിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് കുട്ടികളുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് സംഭവിക്കുന്ന സമയമാണ് ഈ ടീനേജിന്റെ സമയം. ആ സമയത്താണ് കുട്ടികൾ പോകുമ്പോൾ എന്താണ് ക്ഷേത്രത്തിൽ പോകുക, അല്ലെങ്കിൽ നമ്മളുടെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് പൊതുവെ ചോദ്യങ്ങൾ വരും. എന്തിനാ ചെയ്യുന്നത്, ഇതെന്തുകൊണ്ടാണ്, അതെന്തുകൊണ്ടാണ്? അത് അവരുടെ ലോജിക്കൽ തിങ്കിങ് ഉണരുന്നതാണ്. അപ്പോൾ മുതിർന്നവർ ശാസിക്കല്ല വേണ്ടത്, അവർക്ക് കൃത്യമായിട്ടുള്ള ഫിലോസഫി അടക്കമുള്ള ഉത്തരം അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിന് നമുക്ക് ഫിലോസഫി അറിയണ്ടേ? അതിനൊരു ഉദാഹരണമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ നമ്മൾ പോകുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഈ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ഈ പറഞ്ഞു വെച്ച കാലം നമ്മൾ ചർച്ച ചെയ്തു. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കാലം. അന്നത്തെ യാതൊരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള സൗകര്യങ്ങളോ സജ്ജീകരണമോ ഇല്ലാത്ത ഒരു കാലം. മൂന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിലെ ഫിലോസഫി എന്താണെന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മളുടെ ഭാരതത്തിലെ എല്ലാവരും ശാക്തേയരാണ്. ശാക്തേയം എന്ന് വെച്ചാൽ ശക്തി ഉപാസകരാണ്, ദേവീനെ ഉപാസിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് അതിലേറ്റവും കേരളത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കേരളത്തില് ഭദ്രകാളീനെ ആയിരുന്നു കൂടുതലും ഉപാസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഭദ്രകാളിയാണ് അവരുടെ കുലദേവതയായിട്ട് വരുന്നത്. ഇവിടെ ശാക്തേയ പദ്ധതി എന്ന് പറയുന്നത് കാളി മാത്രമല്ല, അവിടെ ഭുവനേശ്വരി ആവാം, ഭദ്രകാളി ആവാം, ഒക്കെ ആവാം. എന്താണെങ്കിലും ശാക്തേയം ദേവി ഉപാസകരായിരുന്നു. ആ ദേവി ഉപാസിക്കാനായിട്ട് ഇന്ന് മനുഷ്യൻ എത്രയൊക്കെ ബിസിയാണോ അന്ന് അതുപോലെ തന്നെ ബിസിയായിരുന്നു, ടെക്നോളജി ഇല്ലാത്ത കാലത്തും. കാരണം ടെക്നോളജി വരുന്ന അനുസരിച്ച് നമ്മളുടെ ജോലി സത്യം പറഞ്ഞാല് സിംപ്ലിഫൈഡ് ആയിട്ട് വരികയാണ്. എന്നാൽ നേരത്തെ ഒരു കാലം എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷൻ ഇല്ല, വളരെ കോംപ്ലെക്സ് ആയിരുന്നു. അവർക്ക്
അഗ്രികൾച്ചർ ഒക്കെ കൾട്ടിവേഷൻ തുടങ്ങിയവയെല്ലാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ്. ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യാനായിരുന്നു, മാനുവൽ വർക്കായിരുന്നു അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അവർക്ക് ജോലി ചെയ്ത് വേണം ജീവിക്കാനായിട്ട്. എപ്പോഴും പദ്ധതിയെ ആരാധിച്ചുകൊണ്ട് മാത്രം ഇരിക്കാനായിട്ട് സമയമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ തങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടിയിരിക്കുന്ന പദ്ധതിയെ ആചരിക്കണം. ഒരിക്കലും ദേവിയെ വിട്ടിട്ട് ഒരു കാര്യവും, അല്ലെങ്കിൽ നമ്മളുടെ സാധനയെ വിട്ടിട്ട് ഒരു കാര്യം നമുക്കില്ല. നമ്മളുടെ അടിത്തറയിൽ തന്നെ സാധന, ആ സാധനയെ അവർ മുറുകെ പിടിച്ചു. അതിനു വേണ്ടിയിട്ട് അവര് ആഴ്ചയിൽ 1-2 ദിവസമാണ് മാറ്റിവെച്ചത്. ചിലപ്പോൾ ഒരു വെള്ളിയാഴ്ച, അല്ലെങ്കിൽ ചൊവ്വാഴ്ച, അല്ലെങ്കിൽ വെള്ളിയും ചൊവ്വയും, ആഴ്ചയിൽ 2 ദിവസമോ 1 ദിവസമോ, അങ്ങനെ അവര് ഒരു കൃത്യമായ ദിവസം നിശ്ചയിച്ച് മാറ്റിവെച്ചു. ആ മാറ്റിവെച്ച സമയത്ത് ശാക്തേയ പദ്ധതി അവര് ആചരിച്ചു. ആ ആചരിക്കുമ്പോൾ ആചരണത്തിന് ഒരുപാട് ടൈം എടുക്കും, പെട്ടെന്നൊന്നും തീരില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പുറത്തുനിന്ന് ഒരു വ്യക്തി അവരുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് കയറി വരികയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനോ പൈസ കൊടുക്കാനോ വാങ്ങാനോ തുടങ്ങിയ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തുനിന്ന് ഒരാള് അവരുടെ കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ തീർച്ചയായിട്ടും അത് അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ടാവുന്നത് എങ്ങനെയാണ്? വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോഴത്തെ ഒരു റിലവൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ച്, നമുക്കിപ്പോൾ എല്ലാവരും ബിസിയാണ് അല്ലേ? ഒരു സൺഡേ കിട്ടുമ്പോഴാണ് എല്ലാവരും ഒന്ന് ഫ്രീ ആവുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും മക്കളും, ഇനി വീട്ടിൽ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ അവരും എല്ലാവരും കൂടെ ഒത്തുചേർന്നിരുന്ന് ഒന്ന് കൂടി ആഘോഷം അവരവരുടെ ലോകത്ത്, നമ്മുടെ തന്നെ ലോകത്ത് കളിച്ച് ചിരിച്ചിരിക്കുന്ന ഒരു സമയം, നമുക്ക് ഇഷ്ടപ്പെട്ട അത് കളിച്ചും ചിരിച്ചും വർത്താനം പറഞ്ഞും ട്രോളിയും ഒക്കെ ഇരിക്കാന്ന് വിചാരിക്കുക. നമ്മളൊരു ഞായറാഴ്ച ആ സമയത്ത് നമ്മളൊരു ഇഷ്ടപ്പെട്ട ഒരു സിനിമ TV-യിൽ വെച്ച് കണ്ടോണ്ടിരിക്കുക. അപ്പോ ആ സമയത്ത് പുറത്തുനിന്ന് ഒരാള് വരിക. അവിടെ നമുക്ക് ആ പുറത്തുനിന്ന് ഒരാള് വരുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ ഗസ്റ്റ് വരുമ്പോൾ ആ ഗസ്റ്റിനെ പരിഗണിക്കണം, നമ്മൾ അയാളെ വിളിച്ചിരുത്തണം, സംസാരിക്കണം, അയാൾ പോകുന്നിടം വരെ അയാളോട് നല്ല രീതിയിൽ തന്നെ ഇടപെടണം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിന് അവിടെ ഒഴിവാക്കേണ്ടി വരും അല്ലേ? ഇതുപോലെ തന്നെയായിരുന്നു അവര് ശക്തയെ പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അതും വല്ലപ്പോഴുമാണ്, അതായത് ആഴ്ചയിൽ 1-2 ദിവസമാണ് അവർക്ക് അതിനുള്ള ടൈം കിട്ടത്തുള്ളൂ. ആ സമയത്ത് അവരതില് പൂർണ്ണമായിട്ടും ഡിവോട്ടഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അതിഥി ദേവോ ഭവ എന്ന, അയാളെ നമ്മൾ മാനിക്കാതെ ഞാൻ പൂജ ചെയ്യാന്ന് പറഞ്ഞ് പൂജിച്ചുകൊണ്ടിരുന്നാല് ദേവി അവിടെ പ്രീതിയാവും തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല. പ്രീതിപ്പെടുന്നതിന് പകരം നമ്മൾ വന്നയാളും ദേവതയാണ്, ആ ആളെ വിളിച്ചിരുത്തണം. അപ്പൊ ഇതിന് മുടക്കം വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുടക്കം വരാതിരിക്കാനാണ് അന്ന് അവരങ്ങനെ പറഞ്ഞു വെച്ച് വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ആരും ആരുടെയും വീട്ടിൽ പോകരുത്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പറഞ്ഞു വെച്ചത്. ഇനി അന്നത്തെ കാലത്ത് ഒരാള്, ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് പറയാം, ഇപ്പൊ എന്നെ ഒരാള് വിളിക്കുകയാണ്, ഇന്ന സ്ഥലത്ത് വരണം. ഞാൻ ഇപ്പൊ പറയാം, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം, 20 മിനിറ്റിനുള്ളിൽ എത്തും, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ എത്തും എന്ന് ഞാൻ ഉറപ്പ് പറയും. ഞാൻ ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും പറയാനുള്ള കാര്യങ്ങളും വാക്കുകളാണിത്. എന്തുകൊണ്ടാണ് നമുക്ക് നിശ്ചയിച്ച് ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ എത്തും, എങ്ങാനും ബ്ലോക്ക് ആണെങ്കിലേ പെട്ടുപോകുള്ളൂ, അല്ലെങ്കിൽ താമസിക്കുള്ളൂ എന്ന് നമ്മൾ പറയുള്ളൂ, അല്ലെങ്കിൽ കൃത്യസമയത്തിന് എത്തും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം ടെക്നോളജി ഡെവലപ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ വണ്ടികൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ടാക്സി വിളിച്ചോ നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ നല്ല സ്പീഡിൽ അവിടെ എത്താൻ പറ്റും. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല, നടന്നു പോകണം. ഇന്ന് നടന്നാലേ ഉള്ളൂ, നാളെ വൈകുന്നേരമോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ വൈകുന്നേരമോ പാതിരാത്രിയോ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലാണെങ്കിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ അവർക്ക് 1-2 ആഴ്ച എടുത്തേക്കാം. അങ്ങനെ ഒരു കാലത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരു ആചാരമാണ് ഇതെന്നാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ അത് ഫിലോസഫി എന്താണ്? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ശാക്തേയ പദ്ധതി, ദേവീനെ ഉപാസിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന ആരും ആയിക്കോട്ടെ നമ്മളോട് ഇപ്പൊ പറയാറുണ്ട്, ഈ വെള്ളിയും ചൊവ്വായല്ലേ ഈ ഒരു വീട്ടില് പോയി കയറി താമസിക്കാൻ പോകരുത്, അല്ലെങ്കിൽ എന്താണ് ഒരു വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അവിടുന്ന് പോകരുത്, ഇങ്ങനെ എല്ലാം പറയുന്നവരോട് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. നിങ്ങൾ ഈ ആചരിക്കുമ്പോൾ ഇതിലുള്ളൊരു ഫിലോസഫി ഉണ്ട്, ശാക്തേയ പദ്ധതി, അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ ചോദിച്ചാൽ മതി. പദ്ധതി ചെയ്യത്തില്ല, ദേവീനെ ഉപാസിക്കത്തില്ല. പകരം എന്ത് ചെയ്യും? നമ്മൾ ഈ ആചാരം, പോകരുത് വരരുത് തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ പൊത്തി മൂടി കെട്ടി ഒരു അന്ധവിശ്വാസമായിട്ട് ഇത് കൊണ്ട് നടക്കും. ഇതിനെയാണ് അന്ധവിശ്വാസം എന്ന് വിളിക്കുന്നത്. അന്ധമായിട്ട് ഇതിൽ വിശ്വസിച്ച് പോവുകയാണ്. കാര്യം അറിയത്തില്ല, കാരണം അറിയത്തില്ല, എന്തിനു പറഞ്ഞു വെച്ചു, ഏത് കാലത്ത് പറഞ്ഞു വെച്ചു. ഇതുപോലെ അനവധി അന്ധവിശ്വാസങ്ങളാണ് നമ്മളുടെ ഓരോരുത്തരുടെ ഇടയിലുള്ളത്. ഇനിയെങ്കിലും ഇതിനെ തിരിച്ചറിഞ്ഞ്
കുട്ടികൾ ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് നമുക്ക് ഉത്തരം നൽകാൻ പറ്റണം. ഇതാണ് എന്റെ ഫിലോസഫിയിൽ ഇതിൽ മാറ്റം വരുത്തണം എന്നത്. അങ്ങനെ നമ്മൾ തന്നെ വേണം ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിൽ മാറ്റം വരുത്താനായിട്ട്. ഫിലോസഫിയെ കൊണ്ടുവരണം, ശാക്തേയ പദ്ധതി ആരാധിക്കണം. ഭാരതീയ ധർമ്മ പ്രചാര സഭ പോലുള്ള വലിയൊരു സംഘടന ശാക്തേയ പദ്ധതി ആൾക്കാരിലേക്ക് വളരെ താല്പര്യമുള്ളവരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിന്റെ ഒരു അല്പം പോലും യാതൊരു കാര്യവും ചോർന്നു പോകാതെ കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തിയ ശാക്തേയ പദ്ധതി. അതൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നഷ്ടപ്പെട്ടിട്ടില്ല, നമുക്ക് ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ നിമിഷം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അനവധി മാറ്റങ്ങളാണ് നമ്മളുടെ ഈ വരും തലമുറകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ അന്ധവിശ്വാസത്തിനപ്പുറം മറികടന്ന് നമ്മൾ ഫിലോസഫിയെ തിരിച്ച് മനസ്സിലാക്കി ഫിലോസഫിയെ നിലനിർത്തി ആചാരണത്തില് ആനുകാലികമായ മാറ്റത്തെ കൊണ്ടുവരിക. നന്ദി, നമസ്കാരം.